ഹായ്, ദിസ് ഇസ് എക്ത മൻപ്രീം MBA സ്റ്റുഡൻറ് ഇഗ്നു. ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് വീഡിയോസ് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പം എന്താ ചെയ്യാൻ കാരണം വെച്ചാൽ എനിക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒരുപാട് മെസ്സേജ് വന്നിരുന്നു ഇഗ്നോന്റെ ഡൗട്ട്സ് ചോദിച്ചിട്ട്. എനിക്കൊന്ന് കുറച്ച് മാസം മുമ്പ് ഞാൻ 1-2 ഷോർട്സ് ചെയ്തിരുന്നു റിലേറ്റബിൾ വീഡിയോ ഇഗ്നോന്റെ. അപ്പം അത്രയും ഡൗട്ട്സും കാര്യങ്ങളാണ് എനിക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ മെസ്സേജസ് വന്നത്. അപ്പം അതാണ് പിന്നെ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ വിചാരിച്ചത്. എനിക്കൊന്ന് ഇഗ്നോന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ്, അസൈൻമെന്റ്സ്, എക്സാം, അങ്ങനെ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പം ഞാൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് അഡ്മിഷനെ പറ്റിയാണ് പറയുന്നത്. ഇഗ്നൂല് നമുക്ക് ഒരു കൊല്ലം 2 പ്രാവശ്യമാണ് ഇൻടേക്ക് വരുന്നത്. MBAക്ക് ഒന്ന് ജനുവരിയും പിന്നെ ജൂലൈയിലുമാണ് വരുന്നത്. അതിൽ കറക്റ്റ് ഡേറ്റും എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കിയാൽ കറക്റ്റ് ഡേറ്റ്സും ഒക്കെ കിട്ടും. ജനുവരി പിന്നെ ജൂലൈയിലാണ് വരുന്നത്. അപ്പം ഞാൻ ആക്ച്വലി കഫേ വഴിയാണ് ചെയ്തത്. നമുക്ക് ഈ കുറേ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത്ര ഇതില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ കഫേ പോയിട്ടാണ് ചെയ്തത്. ഫസ്റ്റ് സെം മാത്രം. സെക്കൻഡ് സെം ഒക്കെ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ജസ്റ്റ് ഫീസ് പേ ചെയ്യാനും പിന്നെ HM ഏത് സ്പെഷ്യലൈസേഷൻ വെച്ച് സെലക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് സെം ഞാൻ കഫേയിൽ നിന്നാണ് ചെയ്തത്. പേയ്മെന്റ് ഒക്കെ കഫേയിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. അവരെ QR കോഡ് വെച്ച് ഇഗ്നോന്റെ QR കോഡ് വരും. അപ്പം ഡയറക്റ്റ് അതിലാണ് ചെയ്തത്. ഇതിന് നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്ന് ഓൺലൈൻ ആയിട്ടും പിന്നെ ഒന്ന് ഡിസ്റ്റന്റ് ആയിട്ടുമാണ് വരുന്നത്. ഞാൻ സിൻഡിൽബയിൽ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം എനിക്ക് രണ്ടും കൂടി ഓൺലൈൻ ഇതും വേണ്ട വെച്ച് ഞാൻ ഡിസ്റ്റന്റ് ചൂസ് ചെയ്തത്. അതാണ് നമുക്ക് നമ്മുടെ ഇഷ്ട ടൈമിൽ പഠിക്കാം, സബ്മിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ആകെ നോക്കേണ്ട രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ ഓൺലൈൻ ഡിസ്റ്റന്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ODL പ്രോഗ്രാമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, ഓൺലൈൻ അല്ല. പിന്നെ ഫസ്റ്റ് സെം എല്ലാവർക്കും കോമൺ ആയിട്ട് MBA സബ്ജക്റ്റിനായിരിക്കും. സെക്കൻഡ് ഇയർ മുതലാണ് സ്പെഷ്യലൈസേഷൻ വരെ. ഞാൻ HRM ആണ് ചൂസ് ചെയ്ത്. HRM, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടതുപോലെ ചൂസ് ചെയ്തെടുക്കാം. ഇനിയിപ്പം സെക്കൻഡ് വരുന്ന ബുക്സിന്റെ റിലേറ്റഡ് ഡൗട്ട്സ് ആണ്. ബുക്സ് എന്ന് വെച്ചാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ട് അവരെ നമുക്ക് സെൻഡ് ചെയ്ത് തരും. അതല്ല നമുക്ക് ഹാർഡ് കോപ്പി വേണമെങ്കിൽ സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യും. അതാകുമ്പോൾ നമുക്ക് ഫീസിലൊക്കെ റിഡക്ഷൻ വരും. എനിക്ക് ഫസ്റ്റ് സെമ്മിൽ 15,000 ആണ്. അപ്പം ഞാൻ ബുക്സ് ചൂസ് ചെയ്തുകൊണ്ട് 15,000 ആണ്. ഇനി ബുക്സ് അല്ലാതെ സോഫ്റ്റ് കോപ്പി ചൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ 3,000 റുപ്പീസ് വരെ നമുക്ക് റിഡക്ഷൻ വരും. അപ്പം ഞാൻ ഈ ബുക്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഹാർഡ് കോപ്പി തന്നെയാണ് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം എല്ലാം 1,000 റുപ്പീസ് ഏറ്റവും വെച്ചിട്ട് ഓരോ സെമ്മിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പം ഓരോ ഇയറിലും അതിന്റെ ഡിഫറൻസ് വരും ഫീസിന്. ഇതിപ്പം എൻ്റെ സെക്കൻഡ് സെമ്മിന്റെ ബുക്സ് ആണ് വരുന്നത്. സെക്കൻഡ് സെമ്മ് നമുക്ക് ജനുവരി 31 എത്ര വരെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം ഇപ്പോഴാണ് എനിക്ക് ബുക്സ് കിട്ടിയത്. 2 സെറ്റ് ബുക്സ് ആണ് വരുന്നത്. അപ്പം 7 ബുക്സ് ആണ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് രണ്ട് ടൈമിംഗ് ആയിട്ട് ഒരു സെറ്റ് ബുക്ക് ഫസ്റ്റ് 1 മാസം കൊണ്ട് കിട്ടി. അടുത്ത സെറ്റ് 4 ബുക്സ് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടായിട്ട് കിട്ടിയത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല, എനിക്ക് എല്ലാം ഒറ്റയടിക്കാണ് കിട്ടിയത്. അപ്പം 7 സബ്ജക്റ്റാണ് ഫസ്റ്റ് സെമ്മിൽ വരുന്നത്, 7 സബ്ജക്റ്റാണ് സെക്കൻഡ് സെമ്മിലും വരുന്നത്. എങ്ങനെയാണ് ബുക്സ് വരുന്നത്? നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് 1 മന്ത് കൊണ്ടൊക്കെയാണ് എനിക്ക് ബുക്സ് കിട്ടിയത്. ഓരോരുത്തർക്കും ഓരോ ടൈമിംഗ് കിട്ടുക. എനിക്ക് ഫസ്റ്റ് സെമ്മിൽ ഒരു 3 ബുക്ക് ആദ്യം വന്നു. പിന്നെ കുറച്ച് ആഴ്ച കഴിഞ്ഞപ്പം 4 ബുക്ക് അടുത്ത സെറ്റിൽ വന്നു. പക്ഷെ സെക്കൻഡ് സെം എനിക്ക് ഒറ്റയടിക്കാണ് എല്ലാം കിട്ടിയത്. പിന്നെ നോക്കേണ്ടത് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒഫീഷ്യൽ ഗ്രൂപ്പ്. ഞാൻ കാലിക്കറ്റ് ആയതുകൊണ്ട് JDT ആണ് എൻ്റെ സ്റ്റഡി സെന്റർ വരുന്നത്. അപ്പം ഒന്നും പറയാനുള്ള, ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ആരും വെയിറ്റ് ചെയ്യേണ്ട. കാരണം ഓരോന്നും അത്രയും ഡിലേ ആയിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട കുറച്ച് ആഴ്ചകൾ മുന്നെയാണ്, 1-2 ആഴ്ച മുന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഗ്രൂപ്പ്. അപ്പം മാക്സിമം ഈ യൂട്യൂബ് അല്ലെങ്കിൽ വേറെ സോഴ്സസ് ഇതിന് ഡീറ്റെയിൽസ് അറിയുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഞാൻ ഡയറക്റ്റ് പറയുന്ന അത്ര എക്സ്പേർട്ട് ഒന്നും അല്ല. അപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ പറ്റും. എനിക്കറിയുന്ന മാക്സിമം ഡീറ്റെയിൽസും ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.